സംസ്ഥാനത്ത് പലയിടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയാണ് തുടരുന്നത്. അതും വയനാട്ടിൽ ഓറഞ്ച് അലർട്ടാണ്. അതിശക്തമായ മഴയാണ് ഓറഞ്ച് അലർട്ട് കൊണ്ട് അർത്ഥമാക്കുന്നത്. സംസ്ഥാനത്ത് വെള്ളിയാഴ്ചയും മഴ കനക്കുമെന്ന് പ്രവചനങ്ങളുണ്ടായിരുന്നു. നേരത്തെ തന്നെ 3 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. മലപ്പുറം, വയനാട്, കണ്ണൂർ എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉണ്ടായിരുന്നത്. അത് മാറിയാണിപ്പോൾ വയനാട് ഓറഞ്ച് അലർട്ടായത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. 10-ാം തീയതി തിരുവനന്തപുരം, വയനാട്, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട് ഉണ്ടായിരുന്നു. മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലുണ്ടായ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത്. നേരത്തെ തന്നെ മധ്യ ബംഗാൾ ഉൾക്കടലിന് മുകളിലൂടെ വടക്ക് കിഴക്കൻ ദിശയിൽ സഞ്ചരിച്ച ഇതിന്റെ ശക്തി കുറയുകയും ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. ന്യൂനമർദ്ദത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ നേരത്തെ തന്നെ ഒറ്റപ്പെട്ട ഇടിമിന്നലോടുകൂടിയുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും പ്രവചനങ്ങളുണ്ടായിരുന്നു. കടലാക്രമണത്തിന് പല സ്ഥലങ്ങളിലും നേരത്തെ തന്നെ സാധ്യതകളുണ്ടെന്ന് ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. അധികൃതരുടെ നിർദ്ദേശമനുസരിച്ച് മാറി താമസിക്കണമെന്നായിരുന്നു നിർദ്ദേശം. വെള്ളങ്ങൾ, ബോട്ടുകൾ കടലിലേക്ക് ഇറക്കുന്നത് ശക്തമായി ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പുണ്ടായിരുന്നു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരളത്തിലെ പല സ്ഥലങ്ങളിൽ ഇടിമിന്നലോടുകൂടിയുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും 40 മുതൽ 50 കിലോമീറ്റർ വരെ വീശിയടിക്കുന്ന കാറ്റിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ട്. ഏപ്രിൽ 15 വരെ ഇത്തരം സാഹചര്യങ്ങൾ തുടരുമെന്നാണ് മുന്നറിയിപ്പിലുള്ളത്. 16 മുതൽ 18-ാം തീയതി വരെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയും പ്രവചിച്ചിട്ടുണ്ട്.